ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ, മറ്റ് അഡ്മിന്മാർ, ബാലവേദിയിലെ കുഞ്ഞുമക്കളെ, ഈ കൂട്ടായ്മയിലെ സുഹൃതികളായ എല്ലാ ആത്മമിത്രങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ കൂട്ടായ്മയിൽ കർക്കടകം 1 മുതൽ കന്നി 5 വരെ നീളുന്ന ആത്മോപദേശ ശതകം യജ്ഞാചരണത്തിൽ ഭഗവത് കൃപയാൽ എനിക്കും അവസരം ലഭിച്ചിരിക്കുന്നു. ഈ കൃതിയിലെ 37-38 മന്ത്രങ്ങളാണ് എനിക്ക് ഇന്നിവിടെ മനനം ചെയ്യാനായി ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ഭഗവാന്റെ 170ാമത് ചതയദിനവും പ്രളയദുരന്തത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ ആഘോഷിച്ചു. ആത്മാമൃതം നുകർന്ന ഒരു ഋഷിവര്യനാണ് മഹാഗുരു. ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിച്ചിരുന്ന കാലത്താണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്. ഏതൊരുവൻ്റെയും ആത്മാവ് അവനവൻ്റെ തന്നെ പരിധിയിലൂടെ ബുദ്ധിയോടും മനസ്സിനോടും ഉപദേശിക്കപ്പെടുന്ന തത്വം അത് 100 മന്ത്രങ്ങളിലായി നമുക്ക് ആത്മോപദേശ ശതകം എന്ന കൃതിയിലൂടെ ഗുരു പകർന്നു തന്നിരിക്കുന്നു. ഈ 100 മന്ത്രങ്ങളിൽ ആത്മാവിൻ്റെ ധർമ്മം എന്താണെന്നും ആത്മാവിനെ അറിയേണ്ടത് എങ്ങനെയെന്നുമാണ് വിവക്ഷിക്കപ്പെടുന്നത്. ഉപദേശത്തിലുപരി ഇതൊരറിവ് ആണ് എന്നതാണ് ഈ കൃതിയുടെ പ്രത്യേകത. കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും മൂക്കുകൊണ്ട് ശ്വസിക്കുന്നതും ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നതും എല്ലാം ഒരു സാധാരണ അറിവാകുന്നു. ഈ ഇന്ദ്രിയാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചറിയുന്നതും ഒരു സാധാരണ അറിവ് തന്നെയാണ്. അറിവിലുമേറിയ അറിവാണ് ആത്മോപദേശ ശതകം 1-ാം ശ്ലോകത്തിൽ കൂടെ കരു എന്ന ഒരു വാക്കുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ അഹന്ത വെടിഞ്ഞ് അറിവിൻ്റെ മുൻപിൽ വീഴുകയും നമസ്കരിക്കുകയും ചെയ്യണം എന്നതും 1-ാം പദ്യത്തിൽ നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. ശ്ലോകം 37-38 ഇവ പാരായണം ചെയ്യുന്നു. 37-ാം ശ്ലോകം. വിഷമതയാർന്നെഴുമന്യവെന്നു കൊള്ളുവാൻ വിഷമമഖണ്ഡ വിവേകശക്തി എന്നെ വിഷമയവെന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം. 38-ാമത്തെ ശ്ലോകം. പലവിധമായറിയുന്നതന്യൊന്നായി വിലസുവതാം സമയെന്നു മേലിലോതും നിലയറിഞ്ഞു നിവർന്നു സാമ്യമേലും കലയിലലിഞ്ഞു കലർന്നിരുന്നിടേണം. ഈ 2 മന്ത്രങ്ങളിലും വിശേഷമായി കാണപ്പെടുന്ന പദങ്ങളാണ് അന്യ, സമ എന്നത്. പലത് സത്യമാണെന്ന അറിവ് അന്യയും പലതിനെ ഒന്നായി അറിയുന്ന അറിവിനെ സമയെന്നും അറിയപ്പെടുന്നു. 37-ാം ശ്ലോകത്തിൻ്റെ പദാർത്ഥം. വിഷമതയാർന്നെഴും അന്യ എന്ന ശക്തി വിഷമതകൾ ഉണ്ടാക്കുന്നതാണ്. വെന്നുകൊള്ളുവാൻ വിഷമം, ഇതിനെ മറികടക്കുവാൻ വളരെ പ്രയാസമാണ്.
അഖണ്ഡ വിവേകശക്തി എന്നേ. എന്നാൽ അഖണ്ഡ വിവേകശക്തി ഉണ്ടെങ്കിൽ അത് സാധിക്കും. അതിനാൽ അതുകൊണ്ട് വിഷമയേവെന്ന് അന്യാകുന്ന വിഷമയെ അതിവർത്തിച്ച് വിവേകമാകും, അതായത് അഖണ്ഡ വിവേകമാകുന്ന വിഷയവിരോധിനിയോട്, വിഷയത്തിൻ്റെ പറ്റലില്ലാത്ത ആത്മബോധത്തോട് അണഞ്ഞിടേണം, അല്ലെങ്കിൽ ചേർന്നിടേണം. അതായത് പലത് സത്യമാണെന്നറിവ് അന്യ. ഇത് ആത്മജ്ഞാനത്തിന് വിരോധിയാണ്. പൂർണ്ണമായ അറിവിനെ വിവേചിച്ചറിയാനുള്ള ശക്തിയില്ലാതെ അന്യയെ ജയിക്കാൻ പ്രയാസമാണ്. ഇങ്ങനെയുള്ള അന്യയെ ജയിക്കാൻ വിവേകമാകുന്ന വിഷയവിരോധിയായ ആത്മാവിനോട് അടുക്കണം. ആത്മജ്ഞാനത്തിന് വിരോധിയായ അന്യയെ നീക്കാൻ ആത്മാവിനെക്കുറിച്ച് ശ്രവിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെ തന്നെ ധ്യാനിക്കേണ്ടതാണ്. ഏകമായ ബോധസത്തയാണ് പൂർണ്ണമായിരിക്കുന്നതെന്നറിവുകൊണ്ട് പലതുണ്ടെന്നുള്ള അന്യയെ നിവർത്തിക്കണം. എല്ലാറ്റിനും ബോധത്തെ മാത്രം കണ്ടുകൊണ്ട് പലതുണ്ടെന്നുള്ള അറിവിനെ ഇല്ലാതാക്കണം. പല നാമരൂപങ്ങൾ കൊണ്ട് ഭിന്നമായിരിക്കുന്ന ആഭരണങ്ങളിലെല്ലാം ഏകമായ സ്വർണത്തെ കണ്ടുകൊണ്ട് പലതുണ്ടെന്നുള്ള അറിവിനെ നിവർത്തിക്കുന്നത് പോലെ എല്ലാ നാമരൂപങ്ങളിലും ബോധസത്തയെ കണ്ടുകൊണ്ട് അന്യയെ, അതായത് അദ്വൈത ബുദ്ധിക്ക് വിരോധിയായിരിക്കുന്ന ദ്വൈത ബുദ്ധിയെ അകറ്റാതെ അദ്വൈത ജ്ഞാനം കൈവരില്ല. അതായത് അന്യത്വമുള്ള ബുദ്ധിയെ ജയിക്കാൻ ഞാൻ അഖണ്ഡ ബോധസ്വരൂപനാണെന്നറിയുക, ഞാൻ പൂർണ്ണനാണെന്നറിയുക, നാശമില്ലാത്തവനാണെന്നറിയുക. വിവേകം ഉണ്ടായാൽ മാത്രമേ ഇതെല്ലാം സാധിക്കൂ. 38ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, പലത് സത്യമാണെന്നുള്ള അറിവിന് അന്യയെന്നും പലതിനെ ഒന്നായി അറിയുന്ന അറിവിന് സമയെന്നും അറിയപ്പെടുന്നു. അറിവിൻ്റെ നില കൂടി അറിഞ്ഞ് അന്യയെ നിവർത്തിച്ച് ഏകമായ സത്തയിൽ ലയിച്ചു ചേർത്ത് അതുമായി ഏകീഭവിച്ച് ഒന്നായിത്തീരണം. ഒന്നിനെ പലതായിട്ട് കാണുന്ന വളഞ്ഞ ബുദ്ധി ഒഴിവാക്കി പലതിലും ഒന്നിനെ കാണുന്ന നേർബുദ്ധി നേടിയാൽ വൈരുദ്ധ്യമായ അറിവിലും മനസ്സിനെ സമരസപ്പെടുത്താൻ കഴിയും. അപ്പോൾ രണ്ടിനും ആധാരമായിരിക്കുന്ന ഏക സത്തയിലെത്തി അതായിത്തീരാം. നമ്മളൊരു പൂവിനെ അറിയുമ്പോൾ പൂവിനെ നമ്മളിൽ നിന്നും ഭിന്നമായി അറിയുകയും അറിഞ്ഞ മറ്റു വസ്തുക്കളിൽ നിന്നും ഭിന്നമായി അറിയുകയും ചെയ്യുന്നു. ഇങ്ങനെ അറിയുന്ന അറിവിനെയാണ് അന്യ എന്ന് പറയുന്നത്. എങ്കിൽ ആത്മാവിനെ അറിയുമ്പോൾ നമ്മളിൽ നിന്നും ഭിന്നമായോ നേരത്തെ അറിഞ്ഞ എന്തെങ്കിലും അറിവിൽ നിന്നും ഭിന്നമായോ അറിയുന്നില്ല. അതായത് എല്ലാം ഞാനായി തന്നെ അറിയുന്നു. സമയെ അറിഞ്ഞാൽ അന്യയെയും സമയായി അറിയാൻ കഴിയും. ഇതാണ് ഈ 38ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഒന്നിനെ പലതായിട്ട് അറിയുന്നത് വളഞ്ഞ ബുദ്ധി കൊണ്ടാണെങ്കിൽ പലതിനെ ഒന്നായി അറിയുന്നത് നേർബുദ്ധി കൊണ്ടാണ്. ഈ 2 ശ്ലോകങ്ങളിലും അന്യ സമ എന്ന പദത്തിനെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭഗവാൻ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ ആത്മാവിനെ അറിയുവാനുള്ള ഏക മാർഗം അന്യയും സമയും വേർതിരിച്ചറിഞ്ഞ് അതിൻ്റെ നേരായ മാർഗത്തിലൂടെ പോകുവാൻ വേണ്ടിയാണ് നമ്മൾ ഉപദേശിച്ച് തരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ ശ്ലോകമനനസപര്യ ഭഗവാന്റെയും അറിവിൻ്റെ നിറകുടമായ അമ്മത്തമ്പുരാട്ടി ശ്രീ ശാരദാദേവിയുടെയും പാദകമലങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ. ഗുരുവോ.